നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബെല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുറച്ച് സാരി കാണിക്കാവേ. സാരി മാത്രമേ ഉള്ളൂ. ഒത്തിരി നാളായില്ലേ ബ്രാസോ സാരി കാണിച്ചിട്ട്. അപ്പം ഇന്ന് ബ്രാസോ സാരി കാണിക്കാം. കുറച്ച് സാരിയേ ഉള്ളൂ. പിന്നെ ടസറിലെ കാന്താവർക്ക് വരുന്ന സാരി, പിന്നെ കൈ കിട്ടിയാലേ അറിയത്തുള്ളൂ ഏതൊക്കെയാണ്. ആദ്യം നമ്മുടെ ബ്രാസോ സാരി. ഇതാണ് സാരി. മുകളിലത്തെ ബോർഡർ ഇങ്ങനെ, താഴത്തെ ബോർഡർ വരുമ്പം അതിൻ്റെ കുറച്ചും കൂടി വീതി കൂടുതലുണ്ട് താഴത്തെ ബോർഡറിന്. മുകളിലത്തെ ബോർഡറിന് നോർമലായിട്ടുള്ള വീതി, താഴത്തെ ബോർഡറിന് ഇച്ചിരി കൂടെ വീതി. ബോഡിയിൽ ഇങ്ങനൊരു ഡിസൈൻ. പിന്നെ അതിൻ്റെ മുന്താണി വന്നിട്ട് ബ്ലൗസ് ഇങ്ങനെ ഇരിക്കും. ഇതുണ്ട്, ഈ ഒരു പ്ലെയിൻ ഒരു കോപ്പർ ഇതുപോലത്തെ എന്താ പറയുന്നത് ഡിസൈൻ പോലെ വന്നിട്ട്, ഡിസൈനല്ല കോപ്പറിൻ്റെ ഒരു കളർ പോലെ വന്നിട്ടുള്ള ബ്ലൗസ്. മുന്താണി കാണിക്കണേലേ സാരി തലയും കുത്തി എടുത്തുകൊണ്ട് വരണം. ബ്ലൗസ് മുന്താണിയുടെ അറ്റത്താണ്. ഉണ്ടോ? ഉണ്ട്, ഇതാണ് മുന്താണി. കാണിച്ചേ. അതിപ്പോൾ ആ സാരി മുഴുവൻ അടിക്കേണ്ടി വരുമല്ലോ. എന്തിനാ അപ്പം ഇങ്ങനെ ഫോൾഡ് ചെയ്യുന്നത്? ഇത്ര കഷ്ടപ്പെട്ട് ഫോൾഡ് ചെയ്യുന്നത്? ഉറിഞ്ഞെടുത്ത് വെച്ചിരിക്കും. ഉണ്ടോ? ഇതിരിക്കും മുന്താണി. ഉണ്ടോ? ഇങ്ങനെ ഒരു മുന്താണി. ബ്ലൗസ് വന്നിട്ട് ഇത് ഈ അറ്റത്ത് ഇങ്ങനെ വരുന്ന ബ്ലൗസ്. ഇതിനകത്ത് ഇങ്ങനെ നൂല് പിടിക്കാതെ പോയിട്ടുണ്ട്. അത് ഡാമേജ് അല്ല കേട്ടോ. ഇത് ഇങ്ങനെ നൂല് പിടിക്കാതെ ഈ ബ്രാസോ സാരിക്ക് മിക്കതിനും വരുന്നതാണ്. ആ ഒരു രണ്ട് ടൈപ്പ് നൂലിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഴ ചെയ്ത് വീവ് ചെയ്യുമ്പോൾ ഒരു നൂല് പിടിക്കാതെ പോകുന്നതിൻ്റെ അത് ഡാമേജ് ആണെന്ന് ആരും ഓർക്കരുത്. ബ്രാസോ സാരിക്ക് മിക്കതിനും അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്നത്. അത് ഡാമേജ് അല്ല കേട്ടോ. എന്ന് പറഞ്ഞാൽ അതൊരു വൃത്തികേടായിട്ടുള്ളതൊന്നുമില്ല, പറഞ്ഞു തരുന്നു എന്നേ ഉള്ളൂ. ഒരു ഗ്രീൻ ഷെയ്ഡ്, ഗ്രീനിൻ്റെ ഒക്കെ എന്തൊക്കെയോ ഒരു ഷെയ്ഡ്, ഗ്രീനോ ലൈറ്റ് യെല്ലോയോ ഒക്കെ അങ്ങനെയുള്ള മിക്സ് ആയിട്ടുള്ളൊരു ഷെയ്ഡ്. വില നല്ലപോലെ കുറവാണ്, 499. ഇനി ഇതിൻ്റെ ട്രാൻസ്പെറൻസിയും കൂടെ കാണിക്കാം ഇതിത്തെ തന്നെ. അപ്പം ഏതായാലും അഴിച്ച് മറിച്ചില്ലേ, ഇത്രയും ഇതേ ഉള്ളൂ. സീ ത്രൂ എന്ന് പറയാൻ പറ്റത്തില്ല. ഇത് പ്ലീറ്റ്സ് ഒക്കെ ഇട്ട് കൊടുക്കുമ്പോൾ അതൊരു പ്രശ്നമേ അല്ല. 1 പ്ലീറ്റ്സ് ഇട്ടാലും കുഴപ്പമില്ല, കാരണം ബോഡിയെ നിറച്ച് നല്ല ഡിസൈൻസ് ആണല്ലോ. ഇനി അതിൻ്റെ വേറൊരു കളറ്. മുന്താണി ഓരോന്നിനും കാണിക്കണോ? എല്ലാത്തിൻ്റെയും ഒരുപോലെ തന്നെ കളർ മാത്രമേ ഉള്ളൂ വ്യത്യാസം. കേട്ടോ? യെല്ലോ, മസ്റ്റാർഡ് യെല്ലോയുടെ ഒരു ഷെയ്ഡ്, അതിൻ്റെ ഒരു പീച്ചിൻ്റെ ഒരു ഷെയ്ഡ് പോകുന്നുണ്ട്. ഇവിടെ വന്നിട്ട് കോഫി ബ്രൗൺ. ഇവിടുത്തെ ബോർഡർ ഇങ്ങനെ, താഴത്തെ ബോർഡർ ഇതാ ഇങ്ങനെ. ഡെയിലി പോകുമ്പോൾ ചുമ്മാ ഉടുക്കാൻ നല്ല സാരിയാണ്. ഒരു കണ്ടാൽ അതിൻ്റെ ഡിസൈനും കാര്യങ്ങളും ഒക്കെ ഇത് കണ്ടോ, ഇതാണ് അതിൻ്റെ ബ്ലൗസ്. ഡിസൈനും കാര്യങ്ങളും ഒക്കെ ഒരു ഭംഗിയുണ്ട്. ഈ ഒരു ബോർഡറില്ലേ, അത് തന്നെയാണ് മുന്താണിയായിട്ട് വരുന്നത്. ഇത്രയുള്ള ബോർഡർ തന്നെയാണ്, താഴത്തെ ബോർഡർ തന്നെയാണ് മുന്താണിയായിട്ട് വരുന്നത്. ഉപയോഗിക്കാനൊക്കെ നല്ല എളുപ്പമാണ്, നല്ല ചൂടും കാര്യങ്ങളും ഒന്നുമില്ല. അതൊക്കെയാണ്. പിന്നെ ചിലർക്ക് ഈ ബ്രാസോ സാരിയോട് ഭയങ്കര പ്രിയമാണ് താനും. അടുത്തത് ഇതുണ്ട്, ഒരു ഒനിയൻ ഷെയ്ഡ്. പിന്നെ അതിൻ്റെ കൂടെ ഒരു ഈ ചെറുപയറിൻ്റെ ഒക്കെ ഒരു കളർ പോകുന്നു. ഇങ്ങനെ ഡാർക്ക് മെറൂണാണ് ബോർഡറായിട്ട് വരുന്നത്. ഇത്ര റേറ്റ് അല്ലേ ഉള്ളൂ. ഈ റേറ്റിന് ഒട്ടും എന്നാ പറയുന്നത്, ഇതാണ് എൻ്റെ കണ്ടോ, ഇത്രയും കട്ടിയൊക്കെ ഉണ്ട്. കോട്ടൺ അല്ല, ബ്രാസോ എന്ന് പറയുമ്പോൾ കോട്ടൺ അല്ല. ഈ ഇച്ചിരി അതിൻ്റെ ആ മെറ്റീരിയലിനെ എനിക്ക് പറഞ്ഞു തരാൻ അറിയത്തില്ല. ഒരു കോട്ടൺ അല്ല, സ്റ്റാർച്ച് ചെയ്യേണ്ടാത്ത ഒരു ടൈപ്പ് സാരി. കോട്ടൻ്റെ ഒക്കെ ഒരു ഫീല് കിട്ടും, എന്നാൽ 100% കോട്ടൻ്റെ ഫീൽ കിട്ടുമെന്നൊന്നും ഞാൻ പറയുന്നില്ല. അങ്ങനത്തെ ഒരു മെറ്റീരിയൽ ഇത് കണ്ടോ. ഈ സിന്തറ്റിക് മോഡലില്ല, അങ്ങനത്തെ അല്ല കേട്ടോ, അങ്ങനത്തെ ഒരു ഇതല്ല. അതൊരു പ്രത്യേക വീവിങ് അതിൻ്റെ ഇഴയ്ക്ക്, അതുകൊണ്ടാണ് അങ്ങനെ പ്രത്യേക വീവിങ് എന്നല്ല പറയണ്ടേ. എന്നതാ പറഞ്ഞു തരാം, എനിക്കറിയത്തില്ല അല്ലേ. അല്ലേ എന്ന് പറയുമ്പോൾ ആണെന്നോ എന്നെ കിട്ടിയിട്ടാണെന്ന് പറഞ്ഞു. എല്ലാം നല്ല കളർ കോമ്പിനേഷൻസും നല്ല ഡിസൈൻസും. ഈ സാരി ആകർഷമാക്കുന്ന അങ്ങനെ. ഇപ്പോൾ ഇത് 499 എന്ന് പറഞ്ഞാൽ 500 രൂപയുടെ സാരി എന്ന് കൂട്ടിയാലും ഒരു 1000 രൂപ
നൂല് 1000 രൂപയുടെ ഒരു പകിട്ട് തോന്നിക്കും സാരി ഫോൾ വെച്ചിട്ട് കൊടുക്കുവാണെങ്കിൽ പ്രത്യേകിച്ചും. കാരണം ഇതൊക്കെ ഭയങ്കരമായ കനമില്ലാത്ത സാരിയാണ്. അപ്പോൾ സാരി ഫോൾ വെച്ചിട്ട് കൊടുത്താലേ ആ ഒരു പ്ലീറ്റ്സ് നന്നായിട്ട് അടുങ്ങിക്കിടക്കത്തുള്ളൂ. പിന്നെ അതിൻ്റെ ആ ഒരു കോപ്പർ ഷെയ്ഡ് വരുന്ന ബ്ലൗസും കൂടെ ആകുമ്പോൾ, ബ്ലൗസ് ഞാൻ ഓരോന്നിനും കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ കേട്ടോ. ഇവിടുത്തെ കളർ ഏതാണോ അതാണ് ബ്ലൗസിൻ്റെ കളർ കേട്ടോ. ഇതിപ്പോൾ കോഫിയുടെ ഒരു കളറ്, എന്നിട്ട് ഇതിലൊരു കോപ്പറിൻ്റെ വീവിങ്, 2 വീവിങ് രണ്ടും കൂടെ കൂട്ടിയിട്ടുള്ള ഒരു വീവിങ്. അപ്പോൾ താഴത്തെ ബോർഡർ ഇങ്ങനെ. ഞാൻ എല്ലാത്തിനും ബ്ലൗസും മുന്താണിയും കാണിച്ചില്ല എന്ന് ഓർക്കല്ലോ കേട്ടോ. ഇതാണ് മുന്താണിയായിട്ട് വരുന്നത്. ഈ ഒരു ബോർഡറാണ് മുന്താണിയായിട്ട് വരുന്നത്. താഴത്തെ ഈ ഒരു ബോർഡർ ബ്ലൗസായിട്ട് വരുന്നത്. ഇവിടുത്തെ കളറില്ലേ, ഈ ഒരു കളറില്ലേ ബോർഡറിന് വരുന്നേ, ഇത് ഞാൻ കേട്ടിട്ടാണ് തലയാട്ടത്. ഭയങ്കര തലയാട്ടം വന്നോണ്ട്. വയലറ്റിൻ്റെ ഒരു ഷെയ്ഡ് കണ്ടോ. ഇതാണ് ബോർഡർ, ഇങ്ങനെ താഴത്തെ ബോർഡർ. ബ്രാസോ സാരിയെ പറ്റി അറിയാമായിരിക്കും, അറിയാവുന്നവർ വാങ്ങിക്കും എന്നുള്ള കാര്യം 100% എനിക്ക് ഉറപ്പാണ്. ഇങ്ങനെ വരും ഡിസൈൻ. അതിൻ്റെ ആ ഒരു ഇങ്ങോട്ട് ഇച്ചിരി നടിപ്പിച്ച് കാണിച്ച്, ഇതുണ്ടോ അടുപ്പിച്ച് കിട്ടുമ്പോൾ അതിൻ്റെ ആ മെറ്റീരിയലിൻ്റെ ഒരു വീവിങ് പോകുന്ന മനസ്സിലാകുന്നുണ്ടോ. ഇങ്ങനത്തെ സാരി ഇത് കണ്ടോ, ഇത്രയും സോഫ്റ്റാണിത് കണ്ടോ. ഇങ്ങനെ പടി പോലെ നിൽക്കുന്നൊന്നുമല്ല. കാണിക്കണ്ടേ, ഇങ്ങനെ സോഫ്റ്റാന്ന് കാണിച്ചാ. ഇതാണോ 7ാമത്തെ നമ്പർ സാരി? ഇതൊന്ന് ഓണാക്കാവോ? ഫാനൂടെ വേണം, എല്ലാം വേണം, തണുത്ത് വിറച്ച് നിൽക്കാം. ഇനി നമ്മുടെ ഈ സാരിക്ക് എന്നാ ഡിമാൻഡായിരുന്നു എൻ്റെ ദൈവമേ, പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ലായിരുന്നു. ഇത് സെമി ടെസറിൽ കാന്താവർക്ക് വരുന്ന സാരി. നിങ്ങൾ പലരും ചോദിച്ച കളറുകൾ ഈ പ്രാവശ്യം റീസ്റ്റോക്കല്ല, ഇത് ന്യൂ സ്റ്റോക്കാണ്. ആ കളറുകളേ അല്ല വന്നേക്കുന്നത്, ഒരു കളറും കണ്ടേ ഉള്ളൂ ആ കളർ വന്നിരിക്കുന്നത്. ഇത് വേറെ കളറുകളാണ്. ഏത് കളറാണേലും നല്ലതാണ് കേട്ടോ. ഞാനിവിടെ സാരി ഈ കാണുന്ന ഭാഗം മുന്താണിയാണേ കേട്ടോ. സാരിയുടെ മുന്താണിയാണ് ഈ ഭാഗം. ഇത് കാന്താവർക്ക് വരുന്ന സാരി ഉണ്ടോ. ബോഡി ഇതാണ് ബോഡി എന്ന് പറയുന്നത്. പിങ്ക് ഷെയ്ഡ്, നല്ലൊരു പിങ്ക് ഷെയ്ഡ്. മുന്താണി ഇങ്ങനെ വരും. ഇത് ഹാൻഡ് വർക്കാണെന്നാണ് പറയുന്നത്, കൈകൊണ്ട് ചെയ്ത് വെക്കുന്നതാണ് ഇതെന്നാണ് പറയുന്നത്. ബ്ലൗസ് വന്നിട്ട് പ്ലെയിൻ, ഈ ഒരു പ്ലെയിൻ സെമി ടസറിലാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമോ എന്ന് എനിക്കറിയത്തില്ല. പ്യുവർ ടസറിൻ്റെ തുണി അല്ലാന്ന് തോന്നുന്നു ചെയ്തേക്കുന്ന കണ്ടത്. അത്രയ്ക്ക് ടസറുമായിട്ട് അത്രയ്ക്ക് സാമ്യതയാണ് അതിൻ്റെ മെറ്റീരിയലിന്. സെമി ടസർ എന്ന് പറഞ്ഞ് വരുന്നത് കൊണ്ടും ഇതിൻ്റെ വില കൊണ്ടും നമുക്ക് ഇത് കണ്ടോ ഇങ്ങനെ ഇരിക്കും ബോഡി, ഇങ്ങനെ ഇരിക്കും ബോഡി. പിങ്കയിൽ ബ്ലാക്ക്, പിന്നെ അതിൻ്റെ കൂടെ പല ഇതുള്ള, എന്നിട്ട് ഇതിൻ്റെ തന്നെ പ്ലെയിൻ ആയിട്ടുള്ള ബ്ലൗസും നല്ല ഭംഗിയാണ്. നമുക്കൊരു വേറൊരു ലുക്കാണ് ഇങ്ങനത്തെ സാരി കൊടുത്തു കഴിയുമ്പോഴേ. ഒരു ട്രഡീഷണൽ ലുക്കൊക്കെ കിട്ടും, നല്ല ഭംഗിയാണ്. എന്നാന്ന് ചോദിച്ചാൽ ഒന്നുമില്ല, അതിന് ഏരുന്ന മാലയൊക്കെ ഇട്ടാൽ മതി. അതിൻ്റെ ആ മെറ്റീരിയലാണ് ഭയങ്കര ടസറിൻ്റെ നല്ല ഫീൽ കിട്ടുന്ന മെറ്റീരിയൽ. ഇത് നല്ല ഗ്രീൻ എന്ന് പറഞ്ഞാൽ നല്ല ഗ്രീൻ നോക്ക് കണ്ടോ. ഇത് മുന്താണിയാണ്, ഈ കാണിക്കുന്ന ഭാഗം മുന്താണി. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന മുന്താണിയാകുന്നു. മുന്താണി ഇത് മുന്താണി. പിന്നെ എന്നാ ഇത് അതല്ലേ. ബ്ലൗസിലുണ്ടല്ലോ, ബ്ലൗസ് പ്ലെയിൻ ആണെങ്കിലും ബ്ലൗസിൻ്റെ അറ്റത്തൊരു ബോർഡർ ഉണ്ട്. ഇത് കണ്ടോ, ഈ ഒരു ബോർഡർ വരും. ആ കാന്താവർക്കിൻ്റെ ഒരു ഇത് ആ കാന്താവർക്ക് കൊണ്ടൊരു ബോർഡർ. ഇത് ഫുള്ള് ത്രെഡാണ്. പക്ഷേ നമുക്ക് തോന്നും ഇങ്ങനെ ബോഡി കാണിച്ചില്ലോ, ഇതിൻ്റെ കാണിക്കണ്ടേ, ഇങ്ങനെ കേട്ടോ. എല്ലാത്തിൻ്റെയും ബോഡിയിലേയും എത്തേലും പ്രിൻ്റ് സെയിമാന്ന് പറയാൻ വന്നാൽ നമുക്കുണ്ടല്ലോ ഒരു കാര്യം ആലോചിക്കണം. ഇതിങ്ങനെ ഞാൻ പറയാൻ വന്നതെന്നു ചോദിച്ചാൽ, ഈ ത്രെഡാന്ന് പറയുമ്പോൾ നമുക്ക് തോന്നി ഇങ്ങനെ ചാടി ഇങ്ങനെ നമ്മൾ പെട്ടെന്ന് അങ്ങനെ അങ്ങ് പോരൊന്നുമില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഇതാണ് ചെയ്തിരിക്കുന്നത്, ഡിസൈനിങ്ങാണ് ചെയ്തിരിക്കുന്നത്. ആ ഒരു കാന്താവർക്ക് ആ കൈകൊണ്ടുള്ള ആ ഒരു സാധനത്തിനാണ്
എന്താ പറയുന്നത്, ആ ലുക്ക് കിട്ടുന്നത് നമുക്ക്. നമ്മൾ എപ്പോഴും ഉടുക്കുന്ന നോർമൽ സാരീസിനെ കഴിഞ്ഞും ഈ സാരിയെ വ്യത്യസ്തമാക്കുന്നതും നല്ല ഫങ്ഷൻ വെയറായിട്ട് ഉടുക്കാൻ പറ്റുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത് നല്ല എന്നാ പറഞ്ഞേ അടയ്ക്കാടെയൊക്കെ കളറില്ലേ, ആ കളറാണ് ഇത്. മുന്താണി ഇത് കാണിക്കുന്നുണ്ടോ? ഇത് മുന്താണി. ബോഡി വരുമ്പോൾ ഇങ്ങനെ കണ്ടോ, ചിരി ഫ്രീ. ചിരിക്കും. എനിക്കിങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് പാട്ടൊക്കെ പാടുന്ന പരിപാടിയൊക്കെ ഉണ്ട്. ചില സമയത്ത് നമ്മൾ ക്യാമറ ഉണ്ടെന്നോ നമ്മൾ ഇന്ന പരിപാടി ചെയ്തുകൊണ്ടിരിക്കുവാന്നോ ഒന്നും ഓർക്കാറില്ല. എപ്പോഴും ഇത് തന്നെ ചിരിച്ച് കളിച്ചൊക്കെ നടക്കുക. നല്ല ഇത് ചെറുപയർ പച്ചയാണോ? അല്ലല്ലേ, ചെറുപയർ പച്ചയുടെ ലൈറ്റ് പച്ച. എന്നിട്ട് അതിൻ്റെ കൂടെ പിങ്കും അങ്ങനെ ഇതൊക്കെ വരുന്ന ഡിസൈൻസ് മുന്താണിക്ക് വരും. ഇത് ബോഡിക്ക് വരും. കണ്ടോ, ഒരേ കളറെ തന്നെ പിടിച്ചുകൊണ്ടിരിക്കരുത്. ഒരേ കളർ, ഇഷ്ടപ്പെട്ട കളറുകൾ സ്ക്രീൻഷോട്ട് എടുക്കുക. ഫസ്റ്റ് പ്രയോറിറ്റി, സെക്കൻഡ് പ്രയോറിറ്റി, തേർഡ് പ്രയോറിറ്റി. ഇത് വരും ബ്ലൗസ്. ഉണ്ടോ, ആ സെമി ടസറേ വന്നേക്കുന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഈ സാരി ആ സാരി ഒന്നാണോ? അല്ലല്ലേ, അതിൻ്റെ ഏറ്റവും വലിയൊരു ലുക്ക് ഇത്. അതിൻ്റെ ഇത് പണ്ടൊക്കെ ആദ്യം ഞാൻ വീഡിയോ അവതരിപ്പിക്കുന്ന സമയത്തെ എന്നെ പറഞ്ഞാൽ വാക്കുകൾ ഇങ്ങോട്ട് വരികയല്ലേ. ഞാൻ എപ്പോഴും ഏറ്റവും കൂടുതൽ പറയുന്ന വാക്കാണ് അതല്ലേ, അതിൻ്റെ ഇത് എന്നിട്ട് എനിക്ക് തിരിച്ച് ഓരോരുത്തരൊക്കെ മെസ്സേജ് അയക്കും, അതിൻ്റെ ഇത് ഏത് എന്നൊക്കെ പറഞ്ഞു. നല്ല റോയൽ ബ്ലൂ കളറിൽ പീച്ചും റെഡും എല്ലാം കൂടെ കൂടി. ഇത് ഒരു ദിവസം വേണം ഒരു സാരിക്കെന്നാണ് പറയുന്നത്. പക്ഷേ ഈ റേറ്റിൽ ഇത് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ച് ഭാഗ്യമാണ്. കാരണം എന്നാന്ന് ചോദിച്ചാൽ ഇത് സ്വയം വർക്ക് ചെയ്ത് കൈകൊണ്ട് ചെയ്തെടുക്കുന്നതാണെങ്കിൽ സെമി ടസറിൻ്റെ ഈ മെറ്റീരിയലിൽ ഇത്രയും കിട്ടുമ്പോൾ വളരെ നല്ലതാണ്. നല്ല ഫങ്ഷൻ വെയറായിട്ട് കൊടുക്കാമേ. ഇതിന് എന്തെങ്കിലും വെറൈറ്റി ആയിട്ടൊക്കെ ഡിസൈനൊക്കെ ചെയ്യാൻ അറിയാൻ പറ്റുന്നവർക്കാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇനി വേറൊരു പച്ച, മുമ്പ് കണ്ട പച്ചയല്ല അല്ലാതെ വേറൊരു പച്ച. ആ പച്ച ഈ പച്ചയും തമ്മിൽ വ്യത്യാസമുണ്ടേ അല്ലേ. ഇത് ഇച്ചിരി കൂടെ ബോട്ടിൽ ഗ്രീൻ പച്ച പോലത്തെ ഒരു പച്ച. എന്നിട്ട് ഇതത്തെ കൂടെ പോകുന്ന ഡിസൈൻ മഞ്ഞയാണ്, യെല്ലോ. മുന്താണി ഇങ്ങനെ യെല്ലോയും ഉണ്ട് വൈറ്റും ഉണ്ട്, പക്ഷെ കൂടുതലെടുത്ത് നിൽക്കുന്ന യെല്ലോയാണ്. ഞാനാണെങ്കിൽ ഇതിന് യെല്ലോ കളറുള്ള ബ്ലൗസ് ഇട്ട് ഇതിനെ വ്യത്യസ്തമാക്കും. നിങ്ങളെല്ലാവരും അതിലും വ്യത്യസ്തമാക്കുന്നവരാന്നൊക്കെ എനിക്കറിയാം. ഞാൻ പിന്നെ പറയുന്നതിന് കുഴപ്പമുണ്ടോ? ഉണ്ടോ? ഇനിയില്ലേ, നമ്മുടെ ഒരു ഓഫ് വൈറ്റ് ജനപ്രിയ സാരി എന്നൊക്കെയാണ് ഞാൻ ഇങ്ങനത്തെ സാരികൾക്ക് പേരിടുന്നത്. ഇങ്ങനത്തെ സാരി എപ്പോൾ കാണിച്ചാലും എന്തോരം കാണിച്ചാലും ആൾക്കാർക്ക് താല്പര്യക്കുറവൊന്നുമില്ല. ഇത് ബോഡി ഉണ്ടോ, ഇങ്ങനെ ഇരിക്കും ബോഡി. താഴത്തെ ബോർഡർ എന്ന് കാണിച്ച് എന്തോ ഉണ്ടോ സാരിയിൽ? സാരി മാറ്റണം. ഇത് കണ്ടോ, ഇങ്ങനെ ഒരു ബോർഡർ. മുന്താണി വന്നിട്ട് ഇവിടുത്തെ ഇങ്ങനെ ഒരു ചെറിയ ഡിസൈൻ പോകുന്നുണ്ട് ബോർഡർ. അത് കാണാൻ പറ്റുമോ ക്യാമറയ്ക്കകത്ത്? ഈ ബോഡിയെ മുഴുവൻ പോയിരിക്കുന്നത് എംബ്രോയ്ഡറി വർക്കാണ്. കണ്ടോ, നല്ല വൃത്തിയുള്ള സാരി എന്ന് പറയല്ലേ, വൃത്തിയുള്ള സാരി. മുന്താണി വന്നിട്ട് ഇങ്ങനെ വെറും ലൈൻസ് മാത്രം, ചെറിയൊരു ലൈൻസ് കണ്ടോ ഇങ്ങനെ.
അതിൻ്റെ തന്നെ ഇച്ചിരൂടെ ഡാർക്കായിട്ടുള്ളൊരു ഡിസൈൻ. എന്തോ എന്നാ വൃത്തിയുള്ള എന്നാ ഭംഗിയുള്ള സാരിയാണ്. നോക്ക്, ഇതാണ് മുന്താണിയെ. ഒരു സിൽവർ ഡിസൈന് ബോഡി പോയിരിക്കുക. മുന്താണിക്ക് ബോഡി ഫുള്ള് ഇങ്ങനെ ഒരു ജൂട്ടിൻ്റെ ഒക്കെ പോലത്തെ ഒരു വീവിങ് വന്നിട്ട് അതിൽ കൂടെ എംബ്രോയ്ഡറി വർക്ക്. നല്ല ലുക്കുള്ള, നല്ല ഗമയുള്ള, നല്ല സിമ്പിൾ ബട്ട് എലഗൻറ്റ്, എല്ലാവർക്കും ഉടുക്കാൻ പറ്റുന്ന ഏത് പ്രായക്കാർക്കും. ഇത് ഉടുത്ത ജൂട്ടിൻ്റെ ഒരു മെറ്റീരിയലിൻ്റെ ഫീലെന്ന് പറഞ്ഞാൽ ആ വീവിങ് മാത്രം ജൂട്ടിൻ്റെ സാരി ഉടുത്ത പോലെ തന്നെയുള്ള വീവിങ്. ജൂട്ടിൻ്റെ സാരിയുടെ നമുക്കറിയാമല്ലോ 5000-8000 രൂപ റേഞ്ചിലോട്ട് പോകുന്ന സാധനം ജൂട്ടും ടസറും ഒക്കെ പ്യുവറിൻ്റെ. ഇത് പക്ഷേ ജൂട്ടിൻ്റെ ആ ഒരു വീവിങ് ആണ്. എന്നിട്ട് ഇവിടെ മുഴുവൻ ബോഡി ഫുള്ള് എംബ്രോയ്ഡറി. മുന്താണി വന്നിട്ട് ഇങ്ങനെ നല്ല മുന്താണി അല്ലേ? ആ മുന്താണിക്ക് എന്നാ ഒരു വൃത്തിയല്ലേ? പ്ലെയിൻ റണ്ണിങ് തന്നെയാണ് ബ്ലൗസ്, പ്ലെയിൻ ആയിട്ട് വരും ബ്ലൗസ്. കൈക്ക് വെക്കാൻ മാത്രം ബോർഡർ ഉണ്ട്. കഴിഞ്ഞില്ലേ? ബ്ലൗസിൻ്റെ റെഡിമെയ്ഡ് ബ്ലൗസ് അജ്രക്കിൻ്റെ ഫ്രണ്ട് ഓപ്പൺ, ബാക്ക് ഓപ്പൺ ഉണ്ടോ? റെഡിമെയ്ഡ് ബ്ലൗസ് അജ്രക്കിൻ്റെ ഫ്രണ്ട് ഓപ്പണിൻ്റെയും ബാക്ക് ഓപ്പണിൻ്റെ കുറച്ചും ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ സ്കിൻ ഫിറ്റ് ബ്ലൗസ് പുതിയ സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ എന്നാ ചോദിച്ചാൽ ഈ ദിവസങ്ങളിലെല്ലാം നൈറ്റിക്ക് ബ്ലൗസ് കാണിച്ചില്ല, ഈയിടെ കാണിച്ച ബ്ലൗസിന് എല്ലാം എൻക്വയറി അത്രയും ദിവസം കഴിഞ്ഞാലും വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ ദിവസങ്ങളിലൊന്നും നമ്മൾ ഈ 2 സാധനത്തിനും ഇതെടുക്കുന്നില്ല, ഓർഡർ എടുക്കുന്നില്ല. കാരണം തിരക്കുകൊണ്ട് തന്നെയാണ്. ഈ ഒരു ബ്ലൗസും 2 ബ്ലൗസൊക്കെ അത് ഇത്രയും ദിവസം മുന്നേ കാണിച്ച വീഡിയോയിലല്ലേ അത് തപ്പി തേടി അതുണ്ടോ എന്ന് നോക്കാനുള്ള ഒരു സാഹചര്യമല്ലിപ്പോൾ. സീസണല്ലേ, ക്രിസ്മസൊക്കെ ആയിട്ട് ഇച്ചിരി തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഈ 2 അതുപോലെ നൈറ്റിയൊക്കെ ഇത്രയും ദിവസമായാലും അതിൻ്റെ നമുക്കൊരു ചെറിയ ഡിസൈൻ പോലും നമുക്ക് മാറിപ്പോകും. നമ്പറെല്ലാം നോക്കി വേണം തപ്പി തേടി പോകാൻ. അപ്പോൾ ഇതെല്ലാം ചോദിക്കുമ്പോഴെല്ലാം ഇല്ല എന്നുള്ള ഒരു ഉത്തരവാണ് മജോറിറ്റിക്കും കൊടുക്കുന്നത്. പക്ഷേ ഇതിൻ്റെ എല്ലാം കൂടെ കൂട്ടി ഒരു വീഡിയോ ഈ ദിവസം നാളെ കഴിഞ്ഞോ അല്ലെങ്കിൽ വ്യാഴാഴ്ച ആയിട്ട് ചെയ്യാം കേട്ടോ. റെഡിമെയ്ഡിൻ്റെ അജ്രക്ക് ബ്ലൗസ്, കോട്ടൺ ബ്ലൗസ്, സ്കിൻ ഫിറ്റ് ബ്ലൗസ്, പിന്നെ നൈറ്റി, ഇത്രയും കൂടെ കൂട്ടി. അപ്പം വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണും വരെ താങ്ക് യു.